നമസ്കാരം. ബാലഭാസ്കർ കേസ് നടക്കുന്ന സമയത്ത് ഒരു സിനിമാക്കാരനെ കണ്ടില്ല അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ബാലഭാസ്കർ എത്രയോ സിനിമകൾക്ക് സംഗീതം നൽകി അക്കമ്പനി ചെയ്തേക്കണം, എത്രയോ പ്രോഗ്രാമുകൾക്ക് സിനിമയുടെ പ്രോഗ്രാമുകൾക്ക് തന്നെ സഹകരിച്ച് പോയേക്കണം. ഒരാൾ പോലും അന്ന് ബാലഭാസ്കറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നോടൊപ്പം നിന്നില്ല. ഇപ്പോൾ അവർക്കൊരാവശ്യം വന്നപ്പോൾ എന്നെ തിരക്കി വന്നിട്ടുണ്ട് അവർ. അപ്പോൾ അവരോടൊപ്പം നിൽക്കണോ വേണ്ടി എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ച് തീരുമാനിക്കും. എന്തായാലും ബാലഭാസ്കറിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ട് ഈ സെപ്റ്റംബർ 25 6 വർഷം തികയാണ്. പത്മരാജൻ സാറ് ഞാൻ ഗന്ധർവൻ സിനിമയിൽ പറഞ്ഞ മാതിരി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് 7 വർഷം ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയല്ല, ഒരു ചരിത്ര സത്യം തന്നെയാണത്. ഇപ്പോൾ 7 വർഷത്തിലേക്ക് ഇനി 1 വർഷമുള്ളൂ. അതുകൊണ്ട് ബാലഭാസ്കർ പ്രവർത്തിക്കുന്നതായിരിക്കും സിനിമാക്കാർക്ക് ഈ കൂട്ടത്തോടെ ഈ അക്രമം നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയാണെങ്കിലും ബാലഭാസ്കറിൻ്റെ കേസിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. ബാലഭാസ്കറിൻ്റെ അപകടമരണമല്ല, ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ എന്ന് തെളിയിച്ചിരിക്കും. അതിനൊരു CBI-ക്കാരെ ഇനി സപ്പോർട്ടൊന്നും വേണമെന്നൊന്നുമില്ല. കേരള പോലീസ് ഇനി പുനരന്വേഷണത്തിലേക്ക് വന്നേക്കും. ചിലപ്പോൾ അന്നേരം ഇത് തെളിയുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് പിന്നോട്ട് ആക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞുകൊട്ട് ഇതൊരു വലിയ സംവിധാനത്തിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് എല്ലാവരും ഓർക്കണത് നന്നായിരിക്കും. കാരണം സിനിമയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഏത് നിയമം വിചാരിച്ചാലും ഒട്ടും ഇല്ലാണ്ടാവാനായിട്ട് പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനത്തെ കാര്യത്തിൽ ഒച്ചപ്പാടുണ്ടാക്കണം. സിനിമ കാണാനായിട്ട് ഇനി ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തുമെന്ന് തന്നെ സംശയമാണ്. ബാക്കിയെല്ലാം ബാലഭാസ്കർ കേസിൻ്റെ പുറകെ തന്നെയാണ് ഞാൻ. എന്നെ അതിൽ നിന്ന് ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കാനായിട്ട് പറ്റില്ല. ഞാൻ ബ്രെയിൻ മാപ്പിംഗ് പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടാൽ അപ്പം ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ബാലഭാസ്കർ കേസിൽ ഞാൻ ഇറങ്ങിയിട്ട്. എന്തായാലും വഴിയെ നമുക്ക് കാണാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ശക്തമായിട്ട് ഞാൻ ഉണ്ടാവും. ഞാനൊരു യാത്രയിലാണ്. അത് കഴിഞ്ഞൊന്ന് ബാക്കി സംസാരിക്കാം. നന്ദി, നമസ്കാരം.